കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ മുൻ പരിശീലകനും പീഡനക്കേസ് പ്രതിയുമായ മനുവിനെതിരെ കൂടുതൽ പരാതി. സെലക്ഷനു വേണ്ടി മനു പണം വാങ്ങിയിരുന്നതായി രക്ഷിതാക്കൾ ആരോപിച്ചു. അവസരം നിഷേധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളെ മനു ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായും പരാതിയുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് മനുവിനെതിരെ പരാതിക്കാരിയായ പെൺകുട്ടികൾ നടത്തിയിട്ടുള്ളത്. പരിശീലകനിൽ നിന്നും മക്കൾ നേരിട്ട ദുരനുഭവങ്ങൾ രക്ഷിതാക്കൾ അക്കമിട്ട് നിരത്തുന്നത് ഇങ്ങനെ. ഈ ബ്ലാക്ക് മാജിക്കുമായിട്ട് ബന്ധമുണ്ടെന്നാണ് എൻ്റെ ഒരു കാരണം. ഇയാളുടെ ഫേസ്ബുക്കൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അഹോരിയുടെ ആ പടങ്ങളും ഈ തലച്ചോറിന് തലയോട്ടിയുടെ പടവും ഇയാൾ ഇട്ടിരിക്കുന്ന കഴുത്തിരിക്കുന്ന മാല പോലും തലയോട്ടിയുടെയാണ്. എന്തോ വേറൊരു രീതിയാണ് ഇയാളുടെ ലോകം വേറെ രീതിയാണ്. എൻ്റെ മോള് വഴങ്ങിയാൽ മാത്രമേ എൻ്റെ മോന് സെലക്ഷൻ കൊടുക്കൂ. മനുവിന്റെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മുംബൈയിൽ വിറ്റ് ഇയാളുടെ മൊബൈൽ ഫോൺ കണ്ടെത്തണമെന്നും രക്ഷിതാക്കൾ. 2 വർഷം മുമ്പ് പരിശീലനത്തിനിടെ മനു ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. തനിക്കുണ്ടായ ദുരനുഭവം പോലീസിനോട് പറയാൻ പെൺകുട്ടി തയ്യാറായതോടെ മറ്റുള്ളവരും രംഗത്തെത്തി. നെറ്റ്സ് പരിശീലനത്തിനിടയിലും KC ആസ്ഥാനത്തെ ശുചിമുറിയിലും വിശ്രമമുറിയിലും വെച്ചായിരുന്നു ഇയാൾ പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്നത്. ടൂർണമെന്റ് എന്ന പേരിൽ തെങ്കാശിയിലെത്തിച്ചും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. നിലവിൽ 6 പേരാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. 4 കേസുകളിൽ 3 ദിവസത്തേക്ക് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. നേരത്തെ 2 കേസുകളിൽ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.